വെളിച്ചെണ്ണ ഉൽപാദന വിപണന കേന്ദ്രങ്ങളിൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ മിന്നൽ പരിശോധന. 7 ജില്ലകളിൽ നിന്നായി 16,565 ലിറ്റർ വ്യാജ വെളിച്ചെണ്ണ പിടികൂടി. അസിസ്റ്റന്റ് ഭക്ഷ്യസുരക്ഷാ കമ്മീഷണർമാരുടെ നേതൃത്വത്തിൽ പ്രത്യേക സ്ക്വാഡുകളാണ് പരിശോധന നടത്തിയത്. മനീഷ് മഹിപാൽ വിവരങ്ങൾ നൽകും. തിരുവനന്തപുരത്ത് നിന്ന് മനീഷ്, ഇതിപ്പോൾ വിലക്കയറ്റം മാത്രമല്ല, വലിയ തോതിൽ മായം ചേർക്കൽ നടക്കുന്നുണ്ട്. അത് നേരത്തെ തന്നെ അറിയാമായിരുന്നു. അത് തെളിവ് സഹിതം ഇപ്പോൾ പിടികൂടിയിട്ടുണ്ട് ഇപ്പോഴല്ലേ? അതേ വിജയകുമാർ, നിലവിൽ ഓപ്പറേഷൻ ലൈഫ് എന്ന പേരിലാണ് സംസ്ഥാനത്തെ 7 ജില്ലകളിലാണ് ഇത്തരത്തിൽ മിന്നൽ പരിശോധന ഭക്ഷ്യ സുരക്ഷാ വകുപ്പ് നടത്തിയത്. മിന്നൽ പരിശോധന അസിസ്റ്റന്റ് ഭക്ഷ്യ സുരക്ഷാ കമ്മീഷണർമാരുടെ നേതൃത്വത്തിലായിരുന്നു. അങ്ങനെ കണ്ടെത്തിയതിൽ കൊല്ലത്താണ് ഏറ്റവും കൂടുതൽ വെളിച്ചെണ്ണ, വ്യാജ വെളിച്ചെണ്ണ, അത് സംശയത്തിന്റെ നിഴലിലുള്ള വെളിച്ചെണ്ണയാണ്. സംശയാസ്പദമായ സാഹചര്യത്തിലാണ് ഈ വെളിച്ചെണ്ണയെ കണ്ടെത്തിയിട്ടുള്ളത്. കൂടുതൽ പരിശോധന നടത്തിയാൽ മാത്രമേ എത്രത്തോളം ഇതിൽ വ്യാജ വെളിച്ചെണ്ണയാണെന്നുള്ള കാര്യം, മായം കലർന്നിട്ടുണ്ട് എന്നടക്കമുള്ള കാര്യങ്ങൾ വ്യക്തമാവുകയുള്ളൂ. അങ്ങനെ കൊല്ലത്ത് ഏറ്റവും കൂടുതൽ കണ്ടെത്തിയിട്ടുണ്ട്. അവിടെ കൊല്ലത്ത് മാത്രം 5,800 ലിറ്റർ കേരസൂര്യ, കേരഹരിതം ബ്രാൻഡ് വെളിച്ചെണ്ണ ഉൾപ്പെടെ നിലവിൽ 9,337 ലിറ്റർ വെളിച്ചെണ്ണയാണ് ഇവിടെ കൊല്ലം ജില്ലയിൽ മാത്രം പിടിച്ചെടുത്തിട്ടുള്ളൂ. അപ്പൊ തന്നെ ആലപ്പുഴ ജില്ലയിൽ മണ്ണാറശാലയിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനത്തിൽ നിന്ന് നിലവാരമില്ലാത്ത 2,480 ലിറ്റർ ഹരി ഗീതം വെളിച്ചെണ്ണ ഉൾപ്പെടെ ആലപ്പുഴ ജില്ലയിൽ നിന്നും രണ്ടാമത് ആലപ്പുഴ ജില്ലയിലാണ് 6,530 ലിറ്റർ വ്യാജ വെളിച്ചെണ്ണ പിടികൂടിയിട്ടുണ്ട്. ഇത്തരത്തിൽ പിടിച്ചെടുത്തിട്ടുണ്ട്. ഇങ്ങനെ സംസ്ഥാനത്ത് 500 രൂപയോളം ആണ് ലിറ്റർ വെളിച്ചെണ്ണയ്ക്ക് വില വരുന്നത്. നിലവിൽ ഈ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് തന്നെ ഈ വെളിച്ചെണ്ണ നിലവിൽ ഓണക്കാലത്ത് 2 ലിറ്റർ വെളിച്ചെണ്ണ സബ്സിഡി നിരക്കിൽ കൊടുക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഈ വെളിച്ചെണ്ണയുടെ വിപണി വിലയിലെ ഇത്തരത്തിൽ വിപണിയിൽ ഡിമാൻഡ് കണക്കാക്കി ാണ് ഇങ്ങനെ ഇത്തരത്തിൽ വ്യാജ വെളിച്ചെണ്ണ ഇറക്കുന്നു എന്നുള്ള പരാതികൾ ലഭിച്ചിട്ടുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് നടത്തിയ പരിശോധനയിലാണ് ഇത്തരത്തിൽ വെളിച്ചെണ്ണ ഇങ്ങനെ കണ്ടെത്തിയിട്ടുള്ളത്. 11 സ്റ്റാറ്റ്യൂട്ടറി സാമ്പിളുകളും 20 സർവൈലൻസ് സാമ്പിളുകൾ ശേഖരിച്ചിട്ടുണ്ട്. ശക്തമായ തുടർ നടപടികൾ വരുന്ന ദിവസങ്ങളിൽ. ശരി മനീഷ, 7 ജില്ലകളിൽ നിന്നായി 16,565 ലിറ്റർ വ്യാജ വെളിച്ചെണ്ണ പിടികൂടിയിട്ടുണ്ട്. അതിൽ എന്തൊക്കെയാണ് മായം ചേർത്തിരിക്കുന്നത് എന്നതൊക്കെ സംബന്ധിച്ച വലിയ പരിശോധന നടത്തിയാലേ അത് വ്യക്തമാവൂ. പക്ഷേ 16,565 ലിറ്റർ വ്യാജ വെളിച്ചെണ്ണ നമ്മൾ ഈ ദിവസങ്ങളിലൊക്കെ നമ്മുടെ മാർക്കറ്റുകളിലേക്ക് എത്തേണ്ടതായിരുന്നു. അത്രയും തടഞ്ഞിട്ടുണ്ട്. പക്ഷേ ബാക്കിയൊക്കെ പല സ്ഥലങ്ങളിലായി ഇപ്പോഴും ഉണ്ടാകും. അതും കണ്ടെത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. മനീഷ് മഹിപാലാണ് വിവരങ്ങൾ നൽകിയത്.